ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു 2 തരി കടുകും ഉലുവയും ഇട്ട് അത് പൊട്ടി ചുവന്നുള്ളി മാത്രം ചതച്ചത്, വേപ്പില, പച്ചമുളക് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ആയതുകൊണ്ട് ഈ ഒപ്പം ഇട്ടാൽ കരിഞ്ഞു പോകും കേട്ടോ. മൂത്ത് വരുമ്പോൾ അത് ചേർക്കാം. ഞാൻ സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് മീനിലേക്ക് അങ്ങ് ചേർത്തേച്ച് അതിൽ മിക്സ് ചെയ്താൽ ഇത് മാത്രം വഴറ്റിയാണ് ചേർക്കാറ്. ഇതിപ്പോൾ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി നോക്കാം. വഴറ്റേണ്ട ആവശ്യമില്ല, മീനിലേക്കാകുമ്പോൾ അതിലേക്ക് സെറ്റായിട്ട് അങ്ങ് ഇരിക്കും. അങ്ങനെ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ഞാൻ 1/4 ഭാഗം എരിവ് മുളക് പൊടിയും 3/4 ഭാഗം പിരിയം മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താണ് മീൻ വെക്കാൻ എടുക്കുന്നത്. അത് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം പൊടിയായിട്ടിടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകും. അത് കാരണം അസറായിട്ടുണ്ട്. വെള്ളാമീനാട്ടോ. ഇതേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതേ ചേർക്കുകയാണ്. സ്മെല്ല് ഒന്ന് മാറിക്കഴിയുമ്പോൾ മുളക് പൊടി ചേർക്കാം കേട്ടോ. എന്തേ എണ്ണ ചെയ്യണമെന്ന് കാണിച്ചു തരാം ലാസ്റ്റ്. നോക്കട്ടെ കേട്ടോ. എണ്ണ തെളിഞ്ഞു വന്നത് ഒന്ന് മിക്സ് ചെയ്യണം. അതൊന്ന് ചൂടാവണം. ഇച്ചിരി കുടംപുളി ഉരുക്കിയത്, സിറപ്പം ഉരുക്കിയത് മതിയാവും. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ചേർക്ക്. കല്ലിപ്പിട്ട് വെച്ചേക്കണത് അതുകൊണ്ട് ഉപ്പ് ചേർക്കാത്ത. നമുക്ക് ഇതിനാവശ്യത്തിന് ചാറിനുള്ള വെള്ളം. ഇനി അടുപ്പിലോട്ട്. ഇനി തിളയ്ക്കുന്നവരെ നമ്മൾ നന്നായിട്ട് മൂടി വെക്കണം. നന്നായിട്ടല്ല, ശരിക്കും അടച്ചു വെക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് ഇതേ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. സ്വല്പം നേർപ്പിച്ച് ഞങ്ങൾ ചാറെടുക്കണതിൻ്റെ കാരണം ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ സ്വല്പം ഉലുവാപ്പൊടി കേട്ടോ, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്തേച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കും. 3 ദിവസത്തേക്ക് ഈ കറി കാണും. അതിൻ്റെ കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിക്കുകയുള്ളൂ. ഞാൻ ഒരു നേരം കഴിച്ചാൽ പിന്നത്തെ നേരം മീൻ എടുക്കാറില്ല ഇപ്പം. അതുകൊണ്ടാണ്. അപ്പം പിന്നെ 2 ദിവസം ഇരിക്കുമ്പോൾ അത് തിളപ്പിക്കുമ്പോൾ പിന്നെ ഒട്ടും ചാറുണ്ടാവില്ല. നാളത്തേക്ക് ഇത് കുറച്ചുകൂടെ പറ്റും, മറ്റന്നാളത്തേക്ക് നന്നായിട്ട് പറ്റും. ആൾക്കാർ കുറവായതുകൊണ്ടും കഴിപ്പ് എനിക്ക് വളരെ കുറവായതുകൊണ്ടുമാണ് അങ്ങനെ. പിന്നെ അപ്പയാണെങ്കിൽ ഒരു പീസ്, ഇവിടാണെങ്കിൽ ഒരു പീസ് എടുക്കുകയുള്ളൂ. അപ്പം പിന്നെ സാധനം ഉണ്ടാവും. വെള്ളാമീനാട്ടോ. അപ്പോൾ ഓക്കെ. അമ്പ സെറ്റായി. നാളത്തേക്കാട്ടോ കുറുകുള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ചെറിയ പീസാണ്. നാളത്തേക്ക് അത്യാവശ്യം കുറുകും. അല്ല, ഇത് കൂടുതൽ ദിവസത്തേക്കുണ്ട്. എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നേർപ്പിച്ചെടുക്കണമെന്ന്. ഇതാകുമ്പോൾ ചാറ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ദിവസവും വൈകിട്ട് തിളപ്പിക്കുമ്പോൾ ചാറുണ്ടാവില്ല. അന്നേരം ചട്ടിയിൽ പിന്നെ ശരിയാവില്ല. ചട്ടിയിരുന്ന് വറ്റും. കേടാവാതിരിക്കാൻ ഡെയിലി തിളപ്പിച്ച് വെക്കും അല്ലേ? ഡെയിലി വൈകിട്ട്. ഇന്ന് ഇപ്പോൾ വൈകിട്ട് വെച്ചത് നാളെ വൈകിട്ട് തിളപ്പിക്കും, പിന്നെ മറ്റന്നാൾ വൈകിട്ട് തിളപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ തീരും.